കഞ്ഞിവെള്ളം കൊണ്ടാണ് ട്ടോ ഈ ഒരു ഹൽവ തയ്യാറാക്കിയിരിക്കുന്നത്. കാണുമ്പോൾ തന്നെ നല്ല ഭംഗിയുണ്ട് അല്ലേ? കഞ്ഞിവെള്ളം കൊണ്ടൊക്കെ ഹൽവ തയ്യാറാക്കാൻ പറ്റുമോ? പറ്റും കേട്ടോ. അപ്പം നമുക്ക് ഈ ഒരു സിമ്പിൾ ആയിട്ടുള്ള റെസിപ്പി എങ്ങനെയാണെന്ന് നോക്കാം. വളരെ കുറഞ്ഞ ചെലവിൽ നമുക്ക് തയ്യാറാക്കിയെടുക്കാം ട്ടോ. ഇതിൽ കൂടുതൽ ചേരുവകളൊന്നും ചേർക്കുന്നില്ല. 2, 3 കാര്യങ്ങൾ മാത്രമേ ആവശ്യമായിട്ടുള്ളൂ. അതൊക്കെ നമ്മുടെ വീട്ടിൽ ഉള്ള കാര്യങ്ങൾ തന്നെയാണ്. അപ്പം നമുക്ക് ബേക്കറിയിൽ നിന്നൊക്കെ വാങ്ങാൻ കിട്ടുന്ന ഹൽവ നമുക്ക് വീട്ടിൽ തയ്യാറാക്കാം. ഇതിനായിട്ട് നമ്മൾ നല്ല കട്ടിയുള്ള കഞ്ഞിവെള്ളമാണ് കേട്ടോ ആവശ്യമായിട്ട് വരുന്നത്. അപ്പോൾ അതിൻ്റെ കഞ്ഞിവെള്ളത്തിൻ്റെ മേലെ ഇച്ചിരി നേരിയ രീതിയിൽ നേരിയ വെള്ളം കിടപ്പുണ്ടാവും. അതൊന്ന് ഒരു പാത്രത്തിലേക്ക് നമുക്ക് മാറ്റിയെടുക്കാം. നമ്മൾ ഇന്ന് വെച്ച ചോറിൻ്റെ വെള്ളമാണ് എടുക്കേണ്ടത് കേട്ടോ. ഫ്രഷ് ആയിട്ടുള്ള കഞ്ഞിവെള്ളം തന്നെ എടുക്കണേ. അപ്പോൾ അതൊന്ന് ഊറ്റിയെടുക്കാം നമുക്ക്. അത് മാറ്റി വെച്ച ശേഷം നമുക്ക് ഇത് എത്ര ഉണ്ടെന്നൊന്ന് അളന്ന് നോക്കാം. അപ്പം ഈ ഒരു കപ്പിൽ എത്ര ഉണ്ടെന്ന് നമുക്ക് നോക്കാം. കഞ്ഞിവെള്ളം നല്ല കട്ടിയോടുകൂടിയുള്ള വെള്ളം തന്നെ എടുക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ. അപ്പം നമ്മളിവിടെ 2.5 കപ്പ് കഞ്ഞിവെള്ളമാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. ബാക്കി നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട്. നമുക്ക് ഇത്രയേ ആവശ്യമായിട്ട് വരുന്നുള്ളൂ. ഇനി നമുക്ക് അതൊരു കപ്പിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. ഒരു പാത്രത്തിലേക്ക് നമ്മളിനി അരിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ അരിപ്പൊടി നിങ്ങളുടെ കയ്യിലില്ലെങ്കിൽ കോൺഫ്ലോർ എടുക്കുക കേട്ടോ. അപ്പോൾ 3 ടേബിൾ സ്പൂൺ അരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് ആദ്യം തന്നെ കുറച്ച് കഞ്ഞിവെള്ളം ഒഴിച്ചിട്ട് കട്ടയൊന്നും ഇല്ലാതെ ഒന്ന് ഉടച്ചെടുക്കണം. സ്പൂൺ വെച്ചിട്ടോ വിസ്ക് വെച്ചിട്ടോ നമ്മളൊന്ന് നന്നായിട്ട് ഉടച്ചെടുക്കുക. നമ്മളിത് നന്നായിട്ട് ഉടച്ചെടുക്കണം കേട്ടോ. തരിതരി പോലെ കട്ടയൊന്നും ഉണ്ടാവരുത്. നമ്മൾ അരിച്ചെടുക്കൽ കാര്യങ്ങൾ അങ്ങനെയുള്ള പരിപാടികളൊന്നുമില്ല. വളരെ സിമ്പിളായിട്ട് നമുക്ക് തയ്യാറാക്കിയെടുക്കാം കേട്ടോ. ബാക്കി വെള്ളം കൂടെ ചേർത്തിട്ട് എല്ലാം ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. കട്ടയൊക്കെ ഒന്നും ഇല്ലാതെ നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കുക കേട്ടോ. അഥവാ ചെറിയ ചെറിയ കട്ടകൾ ഉണ്ടെങ്കിൽ നിങ്ങളൊരു അരിപ്പ വെച്ചിട്ട് ഒന്ന് അരിച്ചെടുത്താൽ മതി കേട്ടോ. ഞാനിവിടെ അരിച്ചെടുക്കുന്നൊന്നുമില്ല. കട്ടയൊന്നും ഇല്ലാതെ നല്ല രീതിക്ക് ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിന് മധുരത്തിന് ആവശ്യമായിട്ടുള്ള ബെല്ലം എടുക്കണം. 3 അച്ച് ബെല്ലാണ് എടുക്കുന്നത് കേട്ടോ. ഇത് തന്നെ നല്ല മധുരം ഉണ്ടാവും. കൂടുതൽ എടുക്കേണ്ട ആവശ്യമില്ല. 3 അച്ച് തന്നെ ധാരാളം ഉണ്ടാവും കേട്ടോ മധുരം. ഇനി അതിലേക്ക് ഒരു 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് അതൊന്ന് ഉരുക്കിയെടുക്കണം. അപ്പോൾ അത് അവിടെ നിന്ന് ഉരുകട്ടെ. നമുക്ക് ഇപ്പുറം ഒരു പാൻ വെച്ച ശേഷം അതിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് ആദ്യം ചേർത്ത് കൊടുക്കാം കേട്ടോ. നെയ്യ് ഒന്ന് ഉരുകി വരുമ്പോൾ നമുക്കതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പൊന്ന് വറുത്ത് കോരി വെക്കണം. അത് നമുക്ക് ലാസ്റ്റോട്ട് ആവശ്യമായിട്ട് വരുന്നുണ്ട്. അപ്പോൾ അതൊന്ന് ചെറിയ രീതിയിലൊന്ന് ബ്രൗൺ കളർ ആകുമ്പോൾ നമുക്ക് മാറ്റിയെടുക്കാം. നിങ്ങളുടെ കയ്യിൽ അണ്ടിപ്പരിപ്പ് ഇല്ലെങ്കിൽ തേങ്ങാക്കൊത്തുണ്ടല്ലോ, തേങ്ങ ചെറിയ രീതിയിൽ കട്ട് ചെയ്തിട്ട് അങ്ങനെയും നിങ്ങൾക്ക് ഇടാം കേട്ടോ. ഇനി ഇതൊന്നും ഇല്ലെങ്കിലും ഒരു കുഴപ്പമില്ല. നമുക്ക് ഹൽവ നല്ല രീതിക്ക് തന്നെ കിട്ടും. പിന്നെ നമ്മളിത് വീഡിയോ കാണിക്കുന്നത് കൊണ്ട് ഇച്ചിരി ഭംഗിയോടുകൂടി ഇരിക്കട്ടെ എന്ന് കരുതിയിട്ട് അങ്ങനെ ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. അണ്ടിപ്പരിപ്പൊക്കെ നിങ്ങളുടെ കയ്യിൽ ഇല്ലെങ്കിൽ അതൊക്കെ സ്കിപ്പ് ചെയ്യാം കേട്ടോ. ഇനി ആ ഒരു പാത്രത്തിലേക്ക് തന്നെ നമ്മൾ നമ്മുടെ ആ മിക്സ് ഒന്ന് നന്നായിട്ട് ഇളക്കിയിട്ട് ഒഴിച്ചു കൊടുക്കണം കേട്ടോ. നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് സ്പൂൺ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് അതിലേക്ക് ഒഴിച്ചെടുക്കുക. മീഡിയം ഫ്ലെയിമിൽ തന്നെയാണ് നമ്മളിത് ചെയ്തെടുക്കുന്നത്. ഒത്തിരി തീ കുറച്ച് വെച്ച് ചെയ്യുകയാണെങ്കിൽ ഒത്തിരി ടൈം എടുക്കും. അപ്പം നമ്മൾ തീ കുറച്ച് ചെയ്യണം. കുറച്ച് ലാസ്റ്റോട്ട് ഈ ഒരു മാവ് ടൈറ്റായിട്ട് വരുമ്പോൾ നമ്മൾ തീ നന്നായിട്ടൊന്ന് കുറച്ചിട്ട് തന്നെ ചെയ്യാം. ഇപ്പം നമ്മൾ ഈ ഒരു കുറുകി വരുന്ന ആ ഒരു സമയമാകുമ്പോഴത്തേക്ക് നമ്മൾ മീഡിയം ഫ്ലെയിമിൽ തന്നെ ചെയ്തെടുത്താൽ മതി. നമ്മൾ നേരത്തെ തന്നെ വെള്ളം ഉരുക്കിയിട്ട് അരിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ചേർത്ത് കൊടുക്കുന്നതിന് നമ്മളൊരു കൈ വെച്ചിട്ട് ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം കേട്ടോ. നന്നായിട്ട് അതൊന്ന് മിക്സ് ആയ ശേഷം വീണ്ടും അതൊന്ന് കുറുകി ഇങ്ങനെ വരും. നല്ല തിളയൊക്കെ വരുന്നുണ്ട്. ഇനി നന്നായിട്ട് അതൊന്ന് കുറുകി വരണം. ഈ കുറുകി വരുന്നത് വരെ നമുക്ക് ഈ തവി വെച്ചിട്ട് ഇളക്കിക്കൊണ്ട് തന്നെ ഇരിക്കണം കേട്ടോ. അത് തന്നെയാണ് ഒരു വലിയ ടാസ്ക് എന്ന് പറയുന്നത്. ഈ ഒരു ഹൽവ തയ്യാറാക്കുക എന്ന് പറയുമ്പോൾ നമുക്ക് ഇതിൽ കൂടുതൽ എക്സ്ട്രാ ചിലവ് കാര്യങ്ങളൊന്നുമില്ല. നമ്മൾ ചോറ് വെച്ചിട്ടാകുമ്പോൾ അതിലുള്ള കഞ്ഞിവെള്ളം മതി. പിന്നെ ബെല്ലമൊക്കെ എപ്പോഴും നമ്മുടെ വീട്ടിൽ ഉണ്ടാവുന്ന സംഭവങ്ങൾ തന്നെയാണല്ലോ. കൂടുതൽ നമ്മളിതിൽ സാധനങ്ങളൊന്നും ആഡ് ചെയ്യുന്നില്ല. ഇനി ഇപ്പോൾ കുറച്ച് നമ്മൾ ഏലക്കായ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 3-4 ഏലക്കായ് ഒന്ന് കുത്തിയെടുത്തതാണ്. അതിൻ്റെ തോലൊക്കെ കളഞ്ഞിട്ട് അത്രയും മതി. ഒരുപാട് ചേർക്കേണ്ട കാര്യമൊന്നുമില്ല. നല്ല രീതിക്ക് അതൊന്ന് കുറുകി വരുന്നുണ്ട്. കൈവിടാതെ തന്നെ നമ്മൾ ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. അതൊന്ന് ശ്രദ്ധിക്കുക. ഇനി അതിലേക്ക് നമ്മൾ കുറച്ചുകൂടെ നെയ്യ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. നിങ്ങളുടെ കയ്യിൽ ഇനി നെയ്യ് ഇല്ലെങ്കിൽ കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്താലും മതി.
1 ടീസ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്താൽ മതി. ഒക്കെ വളരെ കുറഞ്ഞ രീതിയിൽ ചേർത്ത് കൊടുത്താൽ മതി. ഒത്തിരി ഒന്നും ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മുടെ വീട്ടിൽ നമ്മൾ ദിവസവും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന സാധനങ്ങൾ വെച്ചിട്ട് ഹൽവ തയ്യാറാക്കുക എന്ന് പറയുമ്പോൾ അല്ലേ, നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുമ്പോൾ എന്തോരം പൈസ കൊടുത്തിട്ടാണ് വാങ്ങിക്കുന്നത് അല്ലേ. അപ്പം അതുപോലെ നമുക്ക് വീട്ടിൽ നിന്ന് കുറഞ്ഞ ചിലവിൽ ചെയ്തെടുക്കാൻ പറ്റുമെങ്കിൽ, ഇച്ചിരി ടൈമൊക്കെ ഉള്ള ദിവസങ്ങളാണ് ഇത് തയ്യാറാക്കുന്നുണ്ടെങ്കിൽ അല്ലേ നമുക്ക് കഴിക്കാം. നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഈ ഒരു ടൈം ആകുമ്പോൾ നമ്മൾ തീ ഒന്ന് നന്നായിട്ടൊന്ന് കുറച്ചിട്ട് ചെയ്തെടുക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. ഇപ്പം ആ ഒരു പാത്രത്തിന് വിട്ട് 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 വരുന്നുണ്ട്. ഇതിൻ്റെ ഇടയ്ക്ക് ഒരു കാര്യം ഞാൻ കാണിക്കാൻ വിട്ടുപോയിട്ടോ. ഇതിൽ ഒരല്പം ഈ ടൈറ്റ് ആവുന്നതിന് മുമ്പായിട്ട് ഒരു നുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണം കേട്ടോ. മധുരം ഒന്ന് ബാലൻസ് ചെയ്ത് നിൽക്കാൻ വേണ്ടിയിട്ടാണ്. അത് ഞാൻ ഇതിൻ്റെ അകത്തേക്ക് ആഡ് ചെയ്യാൻ വിട്ടുപോയി. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ. കൂട്ട് ടൈറ്റ് ആവുന്നതിന് മുമ്പായിട്ട് ഒരു നുള്ള് ഉപ്പ് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇപ്പം ഏകദേശം നമ്മുടെ കൂട്ട് റെഡി ആയിട്ടുണ്ട്. പാത്രത്തിൽ നിന്ന് വിട്ട് വന്നിട്ടുണ്ട്. ഇനി അതൊന്ന് നമുക്ക് ചൂടോടെ തന്നെ നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റണം. ഞാനൊരു ടിഫിൻ ബോക്സ് ആണ് എടുത്തിട്ടുള്ളത് കേട്ടോ. ടിഫിൻ ബോക്സോ പ്ലേറ്റോ എന്ത് വേണമെങ്കിലും എടുക്കാം. അതിലേക്ക് കുറച്ചൊന്ന് നെയ്യ് തടവി കൊടുക്കാം കേട്ടോ. അടിവശം നമ്മൾ പറ്റി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട്, പെട്ടെന്ന് നല്ല രീതിക്ക് ഇളകി വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഒരല്പം നെയ്യ് ഇട്ട് കൊടുക്കുന്നത്. ഇനി അതിലേക്ക് നേരത്തെ തന്നെ നമ്മൾ അണ്ടിപ്പരിപ്പ് തയ്യാറാക്കിയിട്ടുണ്ടല്ലോ, അതൊന്ന് ഒരു 5-6 ഇങ്ങനെ നിരക്കെ വെച്ചെടുക്കുന്നുണ്ട് കേട്ടോ. കട്ട് ചെയ്യുമ്പം അത് നല്ല ഭംഗിയായിട്ട് ഇരിക്കട്ടെ എന്ന് വെച്ചിട്ട് ചെയ്ത പരിപാടിയാണ്. നിങ്ങളുടെ കയ്യിലില്ലെങ്കിൽ അതൊന്നും കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ കംപ്ലീറ്റ് അണ്ടിപ്പരിപ്പ് അതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി അതിലേക്ക് എൻ്റെ കയ്യിൽ വെളുത്ത എള്ള് ഉള്ളത് കൊണ്ട് ഞാൻ കുറച്ച് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതൊക്കെ ഓപ്ഷണലാണ്. നിങ്ങളുടെ കയ്യിൽ ഇതൊന്നും ഇല്ലെങ്കിൽ ഇതൊന്നും വേണ്ട, ഒരല്പം നെയ്യ് തന്നെ ആഡ് ചെയ്ത് കൊടുത്തിട്ട് അതിലേക്ക് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. ഞാൻ ഈ വീഡിയോ കാണിക്കുമ്പോൾ ഒരു ഭംഗിയായിട്ട് ഇരുന്നോട്ടെ എന്ന് വിചാരിച്ചിട്ട് ചെയ്യുന്നതാണ്. ഇനി ആ പാത്രത്തിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള ഹൽവയുടെ മിക്സ് ഒന്ന് ഇട്ടെടുക്കാം. ഈ പാത്രത്തിൽ നിന്ന് വിട്ട് വരുന്ന രീതിയാകുമ്പോൾ അതിൻ്റെ ഒരു പാകം ആയി എന്ന് മനസ്സിലാക്കാം കേട്ടോ. നന്നായിട്ട് ആ ഒരു തവി വെച്ചിട്ട് തന്നെ ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കാം. ഇത് കേക്കിൻ്റെ ടിന്നോ അങ്ങനെയൊന്നും വേണ്ട കേട്ടോ. നമുക്ക് ഏത് പാത്രത്തിൽ വേണമെങ്കിലും അതൊന്ന് സെറ്റാക്കി എടുക്കാം. ചൂടാറി നല്ലോണം തണുത്ത് കഴിഞ്ഞാൽ അത് ആ പാത്രത്തിൽ തന്നെ വിട്ട് വരും കേട്ടോ. തണുക്കാനായിട്ട് വെച്ചിട്ടാണ് ഉള്ളത്. ബാക്കിയുള്ളത് കൂടി ഞാൻ അതിൻ്റെ മേലെ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. നേരത്തെ എടുത്തതിൻ്റെ ബാക്കി കയ്യിലുള്ളതും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് കുറച്ച് നേരം തണുക്കട്ടെ. ഒരു 10-15 മിനിറ്റ് വെക്കുമ്പോൾ തന്നെ അതൊന്ന് തണുക്കും. നന്നായിട്ട് ഒരു അരമണിക്കൂറിന് ശേഷം നിങ്ങളത് പാത്രത്തിൽ നിന്ന് എടുക്കാൻ നോക്കിയാൽ മതി കേട്ടോ. ഞാനൊരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് നോക്കുകയാണ്, കണ്ടില്ലേ പാത്രത്തിൽ നിന്ന് വിട്ട് വരുന്നുണ്ട്. നമ്മൾ കൈ വെക്കുമ്പോൾ തന്നെ അത് വിട്ട് വിട്ട് വരുന്നുണ്ട് കേട്ടോ. ഇളക്കി എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇനി ഇതിൻ്റെ മേലെ ഒരു പാത്രം വെച്ചിട്ട് നമുക്ക് തിരിച്ചിട്ട് നോക്കാം. തിരിച്ചിട്ട് നോക്കാം എങ്ങനെ ഉണ്ട്. റെഡി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ട് അല്ലേ. വളരെ സിമ്പിളായിട്ട് നമ്മൾ കഞ്ഞിവെള്ളം ഉപയോഗിച്ചിട്ട് നമുക്കിങ്ങനെ അടിപൊളിയായിട്ട് ഹൽവയൊക്കെ തയ്യാറാക്കി എടുക്കാം അല്ലേ. പലപ്പോഴും ഇങ്ങനെയൊക്കെ ഉണ്ടാക്കുമ്പം എല്ലാവർക്കും ഇഷ്ടപ്പെടുകയും ചെയ്യും അല്ലേ. എപ്പോഴും ബേക്കറിയിൽ നിന്ന് തന്നെ വാങ്ങിച്ച് കഴിക്കേണ്ട ഇതില്ലല്ലോ അല്ലേ. നമുക്കറിയാമെങ്കിൽ നമുക്ക് വീട്ടിൽ തന്നെ നമുക്ക് ഇതുപോലെയൊക്കെ കുറഞ്ഞ ചിലവിൽ തയ്യാറാക്കാൻ പറ്റുമെങ്കിൽ അതല്ലേ നല്ലത് അല്ലേ. ഹെൽത്തി ആയിട്ട് നമുക്ക് ഉണ്ടാക്കുകയും ചെയ്യാം. അതൊന്ന് കട്ട് ചെയ്യാം. അണ്ടിപ്പരിപ്പൊക്കെ വെച്ചത് കൊണ്ട് കാണാൻ നല്ല ഭംഗിയായിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ജസ്റ്റ് അങ്ങനെ വെച്ച് കൊടുത്തത് കേട്ടോ. നമുക്കൊന്ന് ചതുരത്തിലെല്ലാം ഒന്ന് കട്ട് ചെയ്തിട്ട് ഒരു പീസ് ഒന്ന് എടുത്ത് നോക്കാം. എടുക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും നല്ല ഹൽവയുടെ ടെക്സ്ചർ തന്നെ വന്നിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടും ഒത്തിരി ഹാർഡും അല്ല, ഒത്തിരി അങ്ങ് സോഫ്റ്റും അല്ല. അതിൻ്റെ ഒരു മീഡിയം ലെവലിൽ നിൽക്കുന്ന രീതിയിൽ, സോഫ്റ്റ് ആണെങ്കിൽ സോഫ്റ്റ് ആണ്, ആ ഒരു രീതിക്ക് നമുക്ക് ഹൽവ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഞാനതെല്ലാം ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. കാണാൻ നല്ല ഭംഗിയുണ്ട്, അതുപോലെ തന്നെ നല്ല ഹെൽത്തിയാണ്, നല്ല ടേസ്റ്റിയാണ്. പലപ്പോഴും ഇങ്ങനെയൊക്കെ ഉണ്ടാക്കുമ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടും. പുതിയ വീഡിയോ ആയിട്ട് കാണാം. അതുവരെ എല്ലാവർക്കും ടാറ്റാ ബൈ.